ഹായ് ഫ്രണ്ട്സ്, ഗുരുവായൂർ അമ്പലനടയിൽ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പുള്ള പ്രതീക്ഷ നമ്മൾ 90-കളിലെ പ്രിയദർശൻ പടങ്ങളുടെയൊക്കെ പിന്നെ തെങ്കാശി പട്ടണമൊക്കെ ഇറങ്ങിയ ആ ഒരു വൈബ് ഉണ്ടായിരിക്കുമെന്നാണ് പൊതുവേ പ്രൊമോഷൻ എന്നൊക്കെ മനസ്സിലായത്. അത് കിട്ടിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും കിട്ടിയില്ല എന്നാണ് ഉത്തരം. അതായത് പകുതിയൊക്കെ കിട്ടി. അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണലായുള്ള അഭിപ്രായം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫ് വളരെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലുള്ള 99% കോമഡിയും വർക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഡീസൻറ്റ് എന്ന് പറയാം, മോശം ഒന്നും അർത്ഥേയില്ല. ക്ലൈമാക്സിനെ കുറിച്ചുള്ള അഭിപ്രായം, ഒരു പ്രിയദർശൻ ടൈപ്പ് കോമഡിയൊക്കെ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ അത് ഭയങ്കര ഫ്ലാറ്റായിപ്പോയി. പിന്നെ പറ്റിയ എന്താണെന്ന് വെച്ചാൽ അതിനു മാത്രമുള്ള ബിൽഡപ്പോ ഇൻസിഡൻസ് ഒന്നും പടത്തിലില്ല. പ്രിയദർശൻ പടങ്ങളിൽ നമ്മൾ പൊതുവേ കാണുന്നത് കുറേ സംഭവങ്ങൾ, കുറേ ആൾക്കാർ, പിന്നെ കുറേ ലക്ഷ്യങ്ങളുമായിട്ട് ഒരു സ്ഥലത്തെത്തുന്നു, അവിടെ നടക്കുന്ന ആ ഒരു അടിപിടി. ഇവിടെ അങ്ങനെയുള്ള ഒരു ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. തുടക്കം തന്നെ എന്തൊരു നെഗറ്റീവാണ് ഈ പറയുന്നത് എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു മോശം സിനിമ എന്നുള്ള അഭിപ്രായം അല്ലെങ്കിൽ ആവറേജ് സിനിമ എന്നുള്ള അഭിപ്രായം ഇല്ല. ഒരു എബോവ് ആവറേജ് അനുഭവമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഒരു എക്സലന്റ് അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പടത്തിനെ കുറിച്ച് കുറേ അധികം പോസിറ്റീവുകൾ പറയാനുണ്ട്. ഒന്നാമത് ഇതിലെ ലീഡ് കോംബോ പൃഥ്വിരാജ് ബേസിൽ. ഇങ്ങനെ ഒരു കോംബോ ഒരു സിനിമയിൽ ഒന്നിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ചും 2 ടൈപ്പ് നടന്മാർ, 2 ടൈപ്പ് രീതിയിൽ അഭിനയിക്കുന്ന നടന്മാർ. പക്ഷേ ആ ഒരു എക്സ്ട്രീമിറ്റി എന്നെല്ലാം പറയില്ലേ, 2 എഡ്ജിൽ നിൽക്കുന്നവർ, അവരൊന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രസകരമായ സംഭവങ്ങൾ. പ്രത്യേകിച്ച് ബേസിൽ അദ്ദേഹത്തിൻ്റെ കോമിക് ടൈമിംഗ് നമുക്ക് അറിയാവുന്നതാണ്. സ്വതസിദ്ധമായ ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഏരിയ ആണ് കോമഡി. ബേസിൽ ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ വളരെ നന്നായിട്ട് ഭൂരിഭാഗം കോമഡിയും ബേസിലിൻ്റെത് വർക്കായിട്ടുണ്ട്. അതേസമയം പൃഥ്വിരാജിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വീക്ക് ഏരിയ ആണ് കോമഡി. അത് അദ്ദേഹം പല പ്രാവശ്യം തെളിയിച്ചുള്ളതാണ്. അപ്പോൾ തന്നെ ഇതിൽ ഇങ്ങനെ ഒരു കോമഡി പടത്തിൽ പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സംശയം വരുമായിരുന്നു, ഇദ്ദേഹം ഇതിന് ആപ്റ്റാണോ എന്നല്ല. ബ്രോഡാഡിയിലൊക്കെ അത് കൃത്യമായി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ മറത്തിക്കൊണ്ട് പൃഥ്വിരാജിൻ്റെ ഗംഭീര പെർഫോമൻസ്, അത് ഒരു നോർമൽ കോമഡി ആയിട്ട് കാണാൻ പറ്റില്ല. കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു സൈക്കോ സ്വഭാവമുള്ള ആ ഒരു പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലേക്ക് പൃഥ്വിരാജ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സിനിമ കാണുമ്പോൾ ഈ റോള് ചെയ്യാൻ കൂടുതൽ നല്ലത് ഫഹദല്ലേ എന്ന് തോന്നിപ്പോകും. പക്ഷെ ഫഹദ് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മടുപ്പനുഭവപ്പെടും. കാരണം ഫഹദ് ഇതേപോലത്തെ റോളുകൾ കുറേ അധികം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റോള് പൃഥ്വിരാജ് ചെയ്യുമ്പോൾ അതിനൊരു പുതുമയുണ്ട്. മറ്റൊരു പോസിറ്റീവ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്, ഇതിന്റെ കോർ പ്ലോട്ട് എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ട്രെയിലറിനും ടീസറിനും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ്. സിനിമ തുടങ്ങിയ ഒരു 10-15 മിനിറ്റ് തന്നെ ആ ഒരു സസ്പെൻസ് റിവീൽ ആകുന്നുണ്ട്. പക്ഷെ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതായിരുന്നോ ഈ പടത്തിന്റെ പ്ലോട്ട് എന്ന്. ബേസിലും പൃഥ്വിരാജും അല്ലാതെ ഈ സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തത് ജോയി മോൻ ജോർജ് എന്നിട്ടുള്ള നടനാണ്. ഇദ്ദേഹത്തെ ഞാൻ വേറെ സിനിമയിലൊന്നും അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇദ്ദേഹം വരുന്ന എല്ലാ സിനിമകളിലും കോമഡി കൃത്യമായി വർക്കൗട്ട് ആയിട്ടുണ്ട്. തിയേറ്റർ മൊത്തം ശരിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഓരോ ഡയലോഗിനും സീനിനും. ഈ 3 പേരെ കൂടാതെ ബാക്കിയുള്ള കാസ്റ്റ്, അനശ്വര രാജൻ, അനശ്വരക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പെർഫോം ചെയ്യാനുള്ള റോൾ ഉണ്ടായിരുന്നൊന്നും എനിക്ക് തോന്നിയില്ല. നിഖില വിമൽ പേരില്ലൂർ പ്രീമിയർ ലീഗിൽ അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നാണ് തോന്നിയത്. പിന്നെ ബാക്കിയുള്ള കുറേ നല്ല നടന്മാർ, ജഗദീഷ്, ബൈജു, എന്നാ താൻ കേസ് കൂടുക എന്നുള്ള സിനിമയിലെ KP കുഞ്ഞികൃഷ്ണൻ, പിന്നെ ഇർഷാദ്, കോട്ടയം രമേശ്, ഇങ്ങനെ എത്രയോ നല്ല നടന്മാർക്ക് ഒരു പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഈ പടത്തിലില്ല. പടത്തിൻ്റെ ദൈർഘ്യം 2.25 മണിക്കൂറാണ്. ഒരു 2.5-2.25 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ ഈ നല്ല കോമിക് ടൈമുള്ള ഈ എല്ലാ നടന്മാർക്കും പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവുമായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടാണെന്നറിയില്ല. ജഗദീഷിനെ പോലുള്ള ഒരു കൊമേഡിയനൊക്കെ കിട്ടിയിട്ട്, അല്ലെങ്കിൽ ബൈജുവിൻ്റെ ആ ഒരു നാച്ചുറൽ ഡയലോഗ് ഡെലിവറി ഒക്കെ നമുക്കറിയുന്നതാണ്, അതൊന്നും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം, യോഗി ബാബുവിനെ പോലുള്ള തമിഴിലെ ഏറ്റവും അധികം ഫാൻ ഫോളോയിങ് ഉള്ള ഒരു കോമഡി നടനെ കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള നല്ല നർമ്മ മുഹൂർത്തങ്ങൾ കൊടുക്കണം. അങ്ങനെയുള്ള ഒരു മുഹൂർത്തം പോലും ഈ പടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
യോഗി ബാബുവിനെ പോലുള്ള ഒരു നല്ലൊരു പെർഫോമറെ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇതിലെ പാട്ടുകൾ, അജു വർഗീസ് പാടിയ കൃഷ്ണ കൃഷ്ണ പാട്ട് വളരെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഒരു കല്യാണ പാട്ടുണ്ട്, K4 കല്യാണം. അതിൻ്റെ ലിറിക്സ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, കൊറിയോഗ്രാഫി ആയിക്കോട്ടെ, കളറിങ് ആയിക്കോട്ടെ, ഒരു തരത്തിലും നമുക്ക് തീരെ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാട്ട്. എനിക്ക് തീരെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ആ പാട്ട്. ആ സമയത്താണ് ഞാൻ ഓർമ്മിച്ചത്, ബോളിവുഡിലൊക്കെ വെഡ്ഡിങ് സോങ്ങുകൾ എത്ര ഗംഭീരമായിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ വേറെ കാര്യങ്ങളുണ്ട്. കുറേ നല്ല സിനിമകളുടെ റെഫറൻസ്, ദൃശ്യത്തിൻ്റെ കുറേയധികം റെഫറൻസുകളുണ്ട്, നന്ദനത്തിൻ്റെ റെഫറൻസ് ഉണ്ട്, സാഗർ അലിയ ഷാക്കിയുടെ റെഫറൻസ് ഉണ്ട്, 2.0 രജനീകാന്തിൻ്റെ 2.0യുടെ റെഫറൻസ് ഉണ്ട്, ഗോഡ് ഫാദർ റെഫറൻസ് ഉണ്ട്. അങ്ങനെ കണ്ടമാനം ആക്ടേഴ്സിൻ്റെ ഉണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങി കുറേ ആക്ടേഴ്സിൻ്റെ റെഫറൻസും ഇതിലുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കുറേ പോസിറ്റീവും പറഞ്ഞു, നെഗറ്റീവും പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കുന്ന ഈ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു കോമഡി പടം എടുക്കാൻ പറ്റും. നമ്മൾ പണ്ട് കണ്ടതുപോലെ തെങ്കാശി പട്ടണോ, പഞ്ചാബി ഹൗസ്, CID മൂസ, കല്യാണരാമൻ പോലത്തെ ഒരു പടമൊന്നും ഈ ഒരു കാലത്ത് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ലിമിറ്റേഷൻ വെച്ച് നോക്കുമ്പോൾ ഗുരുവായൂർ അമ്പലമാണെങ്കിൽ നല്ലൊരു പിക്കാണ് ഫാമിലി ഓഡിയൻസിന്. പ്രത്യേകിച്ച് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5.